രക്ഷാധികാരി ബൈജു, ഓ ബേബി എന്നീ സിനിമകളുടെ സംവിധായകനും മീശവാദവൻ, മനസ്സിനക്കരെ, അച്ചുവിൻ്റെ അമ്മ, നരൻ, എന്നും എപ്പോഴും, രണ്ടാം ഭാവം എന്നീ തിരക്കഥകളുടെ രചയിതാവ് കൂടിയായ പ്രിയങ്കരനായ രഞ്ജൻ പ്രമോദ് സാറിനെ, ഒപ്പം ഞങ്ങളുടെ പ്രിയങ്കരനായ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ, സംസ്ഥാന സർക്കാരിന് അംഗീകാരം നേടിയ 2 പ്രതിഭകളെ ഈ വേദിയിലേക്ക് സഹർഷം നമുക്കെല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കാര്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി, സെഷൻ നിയന്ത്രിക്കുന്നതിന് പ്രിയപ്പെട്ട കൽപ്പറ്റ നാരായണൻ മാഷെ ക്ഷണിച്ചു കൊള്ളുന്നു. താങ്ക് യു സർ. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു രഞ്ജൻ പ്രമോദ്. അതൊരു അവകാശവാദമൊന്നുമല്ല. അദ്ദേഹത്തിന് ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു, അതിലൊരാൾ മാത്രമായിരുന്നു ഞാൻ. സിനിമയും വാസ്തവത്തിൽ കക്ഷി രാഷ്ട്രീയവും തിന്നാണ് മലയാളികൾ വളരുന്നത്. അവരുടെ മുഖ്യമായ ഭക്ഷണം ഇത് രണ്ടും. ഇതിൽ സിനിമയാണ് നമുക്ക് നായകന്മാരെ തരുന്നത്, നായികമാരെ തരുന്നത്, പാട്ട് തരുന്നത്, കഥ തരുന്നത്, വേഷവിധാനങ്ങൾ തരുന്നത്, പെരുമാറ്റ രീതികൾ തരുന്നത്. വാസ്തവത്തിൽ സിനിമ നമ്മളെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് നിരന്തരം. അത്ര പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തെക്കുറിച്ച് അതിൽ നിഷ്ണാതനായ, അഥവാ മലയാളത്തിൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള, അതുപോലെ തിരക്കഥ എഴുതിയിട്ടുള്ള ഒരാൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് രഞ്ജൻ പ്രമോദ് സിനിമയിലേക്ക് ആകൃഷ്ടനായി തീർന്നത്? സിനിമയിലേക്ക് ആകൃഷ്ടനായത് എവിടെ വെച്ചാണ് ഇതിൻ്റെ ഒരു ബീജാവാപം സംഭവിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്ന സമയത്ത് എങ്ങനെ, ഞാൻ ചെറുപ്പം തൊട്ടേ സിനിമ കാണും. വീട്ടിൻ്റെ അടുത്തുള്ള സ്ത്രീകളെല്ലാം കൂടെ ഉച്ചയ്ക്ക് മാറ്റിനി കാണാൻ പോകുന്നുണ്ടായിരുന്നു. നടന്നു പോകാവുന്ന ദൂരത്തിൽ, ഞാൻ തിരുവനന്തപുരം താമസിക്കുമ്പോൾ മാങ്കാവ് അശോക ടാക്കീസ് ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാ സിനിമകൾക്കും അങ്ങനെ പോയി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രേം നസീർ, ജയൻ സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കോഴിക്കോട് ആദ്യമായിട്ട് ഒരു ടൂറിസ്റ്റ് വാരാഘോഷം വരുന്നത്. ആദ്യത്തെ ടൂറിസ്റ്റ് വാരാഘോഷം. ആ ടൂറിസ്റ്റ് വാരാഘോഷത്തിൽ മോഡൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ 16 mm ഒരു സിനിമ പ്രൊജക്റ്റ് ചെയ്ത് കണ്ടതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു കൾച്ചർ ഷോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു ഷോക്ക്. അത് കൊടിയേറ്റ് എന്നുള്ള സിനിമയാണ്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ. അത് ഞാൻ അന്ന് വരെ കണ്ട സിനിമകളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായ സിനിമയായിരുന്നു. അതെൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ തറച്ചിട്ടുള്ള ഒരു ആദ്യത്തെ സിനിമയാണ്. അപ്പോഴാണ് ഞാൻ ഈ സംവിധായകൻ, സിനിമ എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് വളരെ ചെറുപ്പത്തിലാണ്, 4, 5 പഠിക്കുന്ന സമയത്ത്. എപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ആദ്യത്തെ ടൂറിസ്റ്റ് വാരാഘോഷം. പിന്നീട് എനിക്ക് എന്നെ തറച്ച സിനിമ എന്ന് പറഞ്ഞാൽ, അപ്പോഴാണ് ഞാനൊരു 8 പഠിക്കുമ്പോഴായിരിക്കും ഈ ദൂരദർശൻ വന്നത്. അപ്പോൾ വീട്ടിലൊരു TV വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഒരു 10 മണിക്ക് ശേഷം സിനിമകൾ ഇടുമായിരുന്നു, നല്ല സിനിമകൾ, ക്ലാസിക് സിനിമകളൊക്കെ ഇങ്ങനെ ഇടുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് മേഘ ധാക്ക താര എന്ന് പറയുന്ന ഋതിക് ഘട്ടക്കിൻ്റെ സിനിമ വന്നിട്ട് എന്നെ ഒന്നടിച്ചത്. അങ്ങനെ 2 അടിയാണ് എനിക്ക് കിട്ടിയത് ഓർമ്മയുള്ളത്. അതായിരിക്കണം അതിലേക്കൊരു എന്നെ ആകർഷിച്ചൊരു വിഷയം തോന്നുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ സിനിമകൾ കാണാൻ തുടങ്ങി. പിന്നെ ഒഡേസയുമായി, ജോൺ അബ്രഹാമിൻ്റെ ഒഡേസയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒക്കെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് എന്നുള്ളത് ഇതൊന്നും അറിഞ്ഞിട്ട് വന്നതല്ല ഞാൻ. ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടി എന്താണെന്ന് തന്നെ സത്യത്തിൽ എനിക്ക് അറിയാത്ത പ്രായത്തിൽ തോന്നിയ ഒരു ആകർഷണത്തിൻ്റെ മുകളിൽ പിന്നെ അതിലങ്ങ് വന്ന് പെട്ടുപോയി. പിന്നെ ഇതിൻ്റെ അകത്ത് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ള ചിന്തയിലൂടെ അങ്ങനെ പോയി. അങ്ങനെയാണ് അതുണ്ടായത്. കൊടിയേറ്റത്തിൻ്റെയും ഋതിക് ഘട്ടക്കിൻ്റെയും സിനിമകളുടെ, അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെയും ഋതിക് ഘട്ടക്കിൻ്റെയും സിനിമകളാണ് ആദ്യമായി ഇങ്ങനെയൊരു എന്താ പറയുക ഷോക്ക് നൽകിയത് എന്ന് പറയുന്നു രഞ്ജൻ പ്രമോദ്. അതുവരെ മുഖ്യധാരാ സിനിമകൾ മാത്രം കാണുന്നു. മുഖ്യധാരാ സിനിമകൾ ഉണ്ടാക്കുന്നത് സംവിധായകരല്ല. ഈ സിനിമകളാകട്ടെ താരങ്ങളെക്കാൾ സംവിധായകരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും രഞ്ജൻ പ്രമോദിൻ്റെ സിനിമാ ജീവിതത്തിൽ താരങ്ങൾ പ്രധാനമായി വരുന്നു. കൊടിയേറ്റൻ ഗോപിയെ പോലെ ഒരു അതുവരെ നടനല്ലാതിരുന്ന ഒരാൾ നടനായി തീരുകയല്ല, സിനിമാ നടനായി തീരുകയല്ല രഞ്ജൻ പ്രമോദിൽ സംഭവിക്കുന്നത്. മറിച്ച് നിലവിലുള്ളതിൽ തൻ്റെ വേഷങ്ങൾക്ക് പറ്റിയ ആളുകളെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരാൻ എന്താവും കാരണം? അത് ഞാൻ ഇഷ്ടപ്പെട്ട പോലത്തെ സിനിമ, അതായത് ഞാൻ കണ്ട അമ്പരന്ന് പോയ സിനിമകളുണ്ട്, ഒരുപാട് സിനിമകൾ ലോക സിനിമയിലുണ്ട്. അത്തരം സിനിമകൾ ഉണ്ടാവണമെന്നും അത് ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയാണൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വേരും നമ്മുടെ വളവും വെള്ളവും ഒക്കെ കിട്ടുന്ന മണ്ണിൽ നിന്നുള്ളതല്ലേ നമുക്കത് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു രചന പോലും നിർവഹിക്കാൻ പറ്റാതെ ഞാനങ്ങ് മൂടിപ്പോവായിരുന്നു. അപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് അത് കിട്ടുന്ന അവസരങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ മികച്ച ഇത് ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. ഒരു സർവൈവലിലാണത് വരുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ പോലെയുള്ള ആളുകൾ നല്ല നടന്മാർ കൂടി ആയതുകൊണ്ട് ആയിരിക്കാം ഈ ഒരു ധൈര്യം കിട്ടിയത് എന്ന്. കേവലം താരങ്ങളല്ല, ഇപ്പോൾ രജനീകാന്തിനെ പോലെയോ ഒന്നും ഒരു കേവലമായ ഒരു താരമൊന്നുമല്ല മമ്മൂട്ടി. മമ്മൂട്ടിയൊക്കെ നല്ല ഒന്നാന്തരം നടനാണ്, മോഹൻലാലും ഒന്നാന്തരം നടനാണ്. അപ്പോൾ ഈ നടന്മാരെ ഉപയോഗപ്പെടുത്തുന്നത് പലവിധത്തിലും ബിസിനസ്സിന് വളരെ അനുകൂലമാണ് എന്നതുകൊണ്ടും ഈ കഥാപാത്രങ്ങളെ വിജയിപ്പിക്കാൻ ഇവർ പറ്റും എന്നതുകൊണ്ടും ഈ സെലക്ഷൻ ഒരു പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ നടത്തിയതുപോലെ തന്നെ പ്രസക്തമാകാവുന്ന സെലക്ഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടും ആണല്ലേ. പക്ഷേ ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ പറയാറുണ്ട്, നമ്മുടെ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാരൊക്കെ സത്യത്തിൽ നമ്മളിപ്പോൾ ലോക സിനിമ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈ ആവാത്ത നടന്മാരാണ് നമ്മുടെ എല്ലാ നടന്മാരും എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് സിനിമയിൽ അഭിനയിക്കേണ്ടത് എങ്ങനെയാണെന്ന് സത്യത്തിൽ അറിയാത്തവരാണ് അവർ. അത്ര മികച്ച നടന്മാർ ലോക നിലവാരത്തിൽ നമ്മൾ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും മികച്ച നടന്മാർ ക്വാളിഫൈ ചെയ്യപ്പെടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പലപ്പോഴും നമുക്ക് പുതിയ ആളുകളെ വെച്ചിട്ട്, അത്രയും കണ്ടീഷൻഡ് അല്ലാത്ത ആളുകളെ വെച്ചിട്ട് നമ്മളൊരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കുറെ കൂടെ എളുപ്പമുള്ള കാര്യമായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ താരങ്ങൾക്ക് അവരുടെ ഫാൻസ്, അങ്ങനെ ഒരുപാട് ചിന്തകൾ അവർക്ക് അതിൻ്റെ പുറത്തുണ്ട്, ആവലാതികളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അഭിനയിക്കുകയാണ്. അഭിനയിക്കാതെ സിനിമയിൽ അഭിനയിക്കരുത്. സിനിമ എന്ന് പറയുന്നത് നാടകത്തിലാണ് അഭിനയിക്കുള്ളൂ, സിനിമയിൽ അഭിനയിക്കരുത്. അഭിനയിക്കുകയാണെന്ന് ചിന്തയുണ്ടാവാൻ പാടില്ല. നാടകം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രേക്ഷകനെ പറ്റിയുള്ള ബോധമുണ്ട്, ഒരു അപ്പുറത്ത് ദൂരത്ത് നിൽക്കുന്ന പ്രേക്ഷകന് ഇത് കാണണമെന്നുള്ള ചിന്തയുണ്ട്. സോ പ്രേക്ഷകനൊരു സ്പേസ് ഉണ്ട്. സിനിമ അഭിനയത്തിൽ പ്രേക്ഷകന് സ്പേസ് ഇല്ല. അയാളുടെ ജീവിതം ജീവിക്കാനേ പാടുള്ളൂ. അവിടേക്ക് ഞാൻ എൻ്റെ ക്യാമറയും കൊണ്ട് ചെല്ലുകയാണ് വേണ്ടത്. ഇത് നമ്മുടെ സിനിമകൾ നടന്മാർക്ക് മാത്രമല്ല, അത് സംവിധാനത്തിലും സിനിമയുടെ മിസാൻസീൻ്റെ അകത്ത് ഒരു സീൻ എങ്ങനെ സജ്ജീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അകത്തൊക്കെ ഇപ്പോഴും ഈ നാടകം നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫോട്ടോഗ്രാഫർ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞാനത് വേറെ രീതിയിൽ ഇതിനെ ഉടച്ച് മാറ്റിക്കൊണ്ട് വേറൊരു തരത്തിലുള്ള ഒരു രീതിയിൽ ഇത് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ വെച്ചാൽ, എനിക്കിത് അറിയില്ല എന്നാണ് പറയുന്നത്. ഇയാൾക്ക് ഈ പണി അറിയില്ല എന്നാണ് അന്ന്. അപ്പം നമുക്ക് ആരുടെയും സഹകരണം കിട്ടുന്നില്ല. അത് രക്ഷാധികാരി വൈദ്യം എടുക്കുമ്പോഴും ഉണ്ടായിരുന്നത്. കാരണം കൺവെൻഷനലായി സിനിമ എടുത്ത രീതിയിലല്ല ഞാനത് എക്സിക്യൂട്ട് ചെയ്യുന്നത് തന്നെ. അപ്പം എല്ലാവർക്കും തോന്നുന്നത് എനിക്ക് ഈ പണി അറിഞ്ഞുകൂടാന്നാണ്. അല്ലാതെ അപ്പം അങ്ങനെ ഒരു കൾച്ചറേ ഉണ്ടായിരുന്നില്ല. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ സ്വതന്ത്രമായ രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ പതുക്കെ മാറി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ നാടകത്തിൽ നിന്നും പൂർണ്ണമായി നമ്മുടെ സിനിമ മുക്തമായിട്ടില്ല. ഇപ്പോഴും ക്യാമറയ്ക്ക് വേണ്ടി കഥാപാത്രങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നവർ. അപൂർവം ഇപ്പോൾ ഭരത് ഗോപിനെ പോലുള്ള, KPSC ലളിതനെ പോലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത്, ഇപ്പോൾ ഫഹദ്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഈ സിനിമാഭിനയത്തിൻ്റെ ഒരിതിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖാവാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം ഇവരൊക്കെ ലോക നിലവാരത്തിലുള്ള നടന്മാരാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. കാരണം അതിന് അവർ മാത്രമല്ല ഉത്തരവാദികളും. കാരണം അതിന് എഴുത്തുകാരും സംവിധായകരും ഇവിടെയുള്ള സിനിമയും നാടകത്തിൽ നിന്നാണ് നമ്മുടെ സിനിമ വന്നിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ കൂടുതൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു കമേഴ്ഷ്യൽ സിനിമേൻ്റെ ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ള സംവിധായകരെയോ എഴുത്തുകാരെയോ ഒക്കെ എടുത്തു നോക്കിയാൽ കൂടുതലും ഈ റണ്ണവേ ചിൽഡ്രനാണ്, കള്ളവണ്ടി കയറിയ ആൾക്കാരാണ്. വേറൊന്നിലും രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നിട്ട് ഒരു വഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ വന്ന് സിനിമേൻ്റെ ഉള്ളിൽ വന്ന്
അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു ചരിത്രമാണ് ഇവിടെ. വലിയ ചരിത്രം എന്ന് പറയുന്നത് അതാണല്ലോ, ഈ കമേഴ്ഷ്യൽ സിനിമ, മെയിൻ സ്ട്രീം സിനിമയുടേതാണല്ലോ. അതിൽ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. റേ ഉണ്ടായിട്ടുണ്ട്, ഘട്ടക്ക് ഉണ്ടായിട്ടുണ്ട്, അടൂർ ഗോപാലകൃഷ്ണൻ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ജോർജ് സാർ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ടെങ്കിലും മെയിൻ അല്ലല്ലോ, ഒരു മെയിൻ ബോഡി അതല്ല. അപ്പം അവർ എന്ന് പറയുന്നത് ഈ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള നടന്മാരാണ് ഇവരൊക്കെ. അതേസമയം പുറമേ നിന്ന് നമ്മൾ ആൾ എടുത്തു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് നമുക്ക് മോൾഡ് ചെയ്യാൻ ഫ്രഷായി നിൽക്കും. അയാൾക്ക് ഒന്നിനെ നമുക്ക് ഉടച്ച് കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എപ്പോഴും പുതിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനാണ് നമുക്ക് എനിക്ക് കൂടുതലും ഇഷ്ടം തോന്നിയിട്ടുള്ളതും താല്പര്യം തോന്നിയിട്ടുള്ളതും. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ കമേഴ്ഷ്യലി അതിനുള്ള, കാരണം ഇതിന് വലിയ മുതൽ മുടക്ക് വേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഇത് നടക്കാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മൾ പുതിയ ആളുകളെ വെച്ച് പോയി കഴിഞ്ഞാൽ അതിന് വേണ്ട ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾക്കൊന്നും ഇതിന് പണം കിട്ടില്ല. ഈ സമ്മർദ്ദങ്ങൾ മാത്രമല്ല, ഇപ്പോൾ രഞ്ജൻ പ്രമോദിൻ്റെ സിനിമകളിൽ പ്രസിദ്ധങ്ങൾ അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകളാണ്. പക്ഷെ മികച്ച സിനിമകൾ ഓ ബേബി, അതുപോലെ ഫോട്ടോഗ്രാഫർ തുടങ്ങിയിട്ടുള്ള സിനിമകളാണ്. പക്ഷേ പ്രശസ്തങ്ങൾ, ഇതെന്താ ഒരു പ്രശ്നം? ഒരു പ്രശസ്തങ്ങളായ സിനിമകൾ വേറെ, നല്ല സിനിമകൾ വേറെ എന്ന ഒരു തിരക്കഥ എഴുതിയത് ഇപ്പോൾ എന്താണ് നിങ്ങൾക്കറിയാം. പിന്നെ മീശമാധവൻ, മനസ്സിനക്കരെ, അപ്പുവിൻ്റെ അമ്മ, നരൻ, അതൊക്കെ വലിയ ഹിറ്റുകളാണ് മലയാളത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ രഞ്ജൻ പ്രമോദ് എന്ന് പറയുന്നത് ഈ തിരക്കഥകളെ മുൻനിർത്തിയിട്ടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നവരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിഭ കാണണമെങ്കിൽ ഓ ബേബിയോ ഫോട്ടോഗ്രാഫറോ അങ്ങനെയുള്ള സിനിമകൾ കാണണം. ഈ വൈരുദ്ധ്യം എന്തുകൊണ്ട് സംഭവിക്കും? ഈ മറ്റ് സംവിധായകർക്ക് വേണ്ടി ഞാൻ തിരക്കഥകൾ എഴുതുന്ന സമയത്ത് എപ്പോഴും ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതുള്ളൊരു സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലേ കളിക്കുള്ളൂ. അതിലേക്കൊരു പൊളിറ്റിക്കൽ ആംഗിളോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യങ്ങളോ ഞാൻ കൊണ്ടുവരില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അതുപോലെ മനസ്സിലാക്കപ്പെടുകയോ അതുപോലെ അവതരിപ്പിക്കപ്പെടുകയോ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളായിരിക്കും ചിലപ്പോൾ അതിന് വന്ന് തീരുക. അപ്പോൾ വേറൊരാൾക്ക് വേണ്ടി എഴുതുമ്പോൾ ഞാൻ സാധാരണഗതിക്ക് ഈ പറഞ്ഞ പോലെ അമ്പിളിയമ്മാവൻ കഥകളാണ് എടുക്കുക. അപ്പോൾ ഞാൻ എഴുതിയ സിനിമകൾ നോക്കിയാൽ അറിയാം, എല്ലാവരും അമ്പിളിയമ്മാവൻ കഥകളാണ്. അതിന് നമ്മുടെ സമൂഹവുമായിട്ടോ നമ്മുടെ ജീവിതവുമായിട്ടോ ഒന്നും വലിയ ബന്ധമൊന്നുമില്ല. അതിന് ബന്ധമുണ്ടെന്ന് കുറച്ചൊക്കെ തോന്നിപ്പിക്കുക എന്നുള്ള. അതെ, മീശമാധവനൊക്കെ ഒരു കിനാവാണ് വാസ്തവത്തിൽ, ഒരു ഡേ ഡ്രീം പോലും അല്ല. അപ്പൊ നരനായാലും അങ്ങനത്തെ ഒരു കഥാപാത്രത്തിനെ നമുക്ക് പോയി കണ്ടുമുട്ടാനൊന്നും പറ്റില്ല. അങ്ങനെ ജീവിതവുമായിട്ട് അതിന് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല. നമ്മളതിനെ ജീവിതവുമായി അതിന് അടുപ്പമുണ്ടെന്ന് വെറുതെ തോന്നിപ്പിക്കുക ചെയ്യുന്നത്. അതേസമയം ഫോട്ടോഗ്രാഫർ ആയിക്കോട്ടെ, രക്ഷാധികാരി ബൈജു ഒക്കെ നമ്മുടെ സമൂഹത്തിലുള്ളതും ഇവിടെ നടക്കുന്നതുമായ കഥകളും അതിനൊക്കെ രാഷ്ട്രീയമായ മാനങ്ങളും അതിന് കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള സിനിമകളാണ്. രഞ്ജൻ പ്രമോദിന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട സിനിമകൾ ചെയ്യാൻ ഈ കച്ചവട സിനിമയുടെ സമ്മർദ്ദങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന സിനിമകൾ, ഈ വിധത്തിലുള്ള ഒരു പാരമ്പര്യത്തിൽ ജയിച്ച സിനിമകളൊക്കെ ബലൂണുകളാണ് എന്നതിനാൽ രഞ്ജൻ പ്രമോദിന് ആ വിധത്തിൽ ജയിപ്പിക്കാനും സാധിക്കുന്നില്ല. ഇതൊരു മഹാസംഘർഷമായിട്ട് അനുഭവപ്പെടുന്നു. അങ്ങനെ സത്യത്തിൽ എനിക്ക് ഇപ്പം ഞാനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ എന്നെ അമ്പരപ്പിച്ച സിനിമകൾ പോലെ ഉള്ള സിനിമകൾ ഉണ്ടാവണം, അത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നല്ലാതെ അതിനുവേണ്ടി പ്രത്യേകിച്ച് എനിക്കൊരു പണിയെടുക്കാനൊന്നുമില്ല. എനിക്ക് കിട്ടുന്നൊരു അവസരത്തിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യാനേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലുള്ള പ്രഷേഴ്സും അങ്ങനെയുള്ള ടെൻഷനൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അതെ, ഈ രവീന്ദ്രനെ പോലെ ഒരു നിർമ്മാതാവിനെയൊന്നും ഇക്കാലത്ത് ലഭിക്കില്ല. ഇപ്പോൾ ആ കൊടിയേറ്റാണ് ഇഷ്ടമായ ഒരു സിനിമ എന്ന് പറഞ്ഞല്ലോ, അത് രവീന്ദ്രനെ പോലെ ഒരു നിർമ്മാതാവ് ഉണ്ടായതുകൊണ്ടാണ്. അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായതുകൊണ്ടല്ല സംഭവിച്ചത്. അടൂർ ഗോപാലകൃഷ്ണനിലൂടെയാണ് അത് സംഭവിച്ചത്, ശരി. പക്ഷെ രവീന്ദ്രനെ പോലെ ഒരു നിർമ്മാതാവ്, നിങ്ങൾ നിർമ്മിച്ചോളൂ. അരവിന്ദനോട് പറയും, അയാൾക്ക് സിനിമ ഉണ്ടാക്കാൻ അറിയുമെന്ന് ഇയാൾക്ക് ഉറപ്പില്ല, നിങ്ങൾ നിർമ്മിച്ചോളൂ, പണം ഞാൻ തരാം എന്ന് പറയും. ഇങ്ങനെ പണം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു വ്യവസായി സിനിമാ മേഖലയിൽ ഇന്നില്ല. എല്ലാവർക്കും പല മടങ്ങായിട്ട് പണം കിട്ടണമെന്നാണ് വിചാരം. ആ ഒരു സമ്മർദ്ദം വലിയ സമ്മർദ്ദമല്ലേ? പക്ഷേ ഏതൊരു കലക്കായിട്ടുണ്ടെങ്കിലും അതിന് പ്രേക്ഷകരുണ്ടാവണം, അതിൻ്റെ മുതൽ മുടക്ക് തിരിച്ചു കിട്ടണം, കൂടുതൽ പ്രേക്ഷകരിലേക്ക് അത് എത്തണം എന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിലെ ഒരു പ്രശ്നം, നിർമ്മാതാവ് എന്ന് പറയുന്ന ആളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിർമ്മാതാവിൻ്റെ അല്ല, പൊതുവെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ധാരണകൾക്കനുസരിച്ചായിരിക്കും. സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പേ ആണല്ലോ നമ്മൾ ഈ തീരുമാനങ്ങളൊക്കെ, ഇത് ഉണ്ടാക്കാമെന്ന് തീരുമാനം എടുക്കുന്നിടത്ത്. അപ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പുതിയ ആളുകൾ വെച്ച് സിനിമ എടുത്ത് മര്യാദയ്ക്ക് മാർക്കറ്റ് ചെയ്താൽ അത് ഓടും.
ആ സംശയമൊന്നുമില്ല. പ്രേക്ഷകർക്ക് നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇത് ഓടും. അതിൻ്റെ മുമ്പത്തെ കാര്യങ്ങളാണ് പ്രയാസം. അവിടേക്ക് ഇത് എത്താനാണ് പ്രയാസം. ഇത് നിർമ്മിക്കപ്പെടാനും ഇത് വേണ്ട രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ പരസ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതിലേക്ക് പണം ഇറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വലിയ താരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ ഓൾറെഡി അവർക്കൊരു ഫാൻ ബേസും ഫോളോയിങ് ഉള്ളതുകൊണ്ട്, ഇപ്പം മമ്മൂട്ടിയുടെ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും അറിയും. അങ്ങനെ ഒരു സിനിമ വരുന്ന കാര്യം എല്ലാവരും അറിയും. മോഹൻലാലിൻ്റെ ഒരു സിനിമ എല്ലാവരും അറിയും അത്. അതേസമയം ദിലീഷ് പോത്തനെ നായകനാക്കി ഓ ബേബി എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നില്ല അത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഓ ബേബി എന്നായി പോയതാണ്. ആ സിനിമേൻ്റെ പേര് സത്യത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത് 0 ബേബി എന്നാണ്. അത് പത്രക്കാർ ഇവിടെ ആൾക്കാരൊക്കെ എഴുതിയപ്പോൾ ആ ഓ ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഓ ഇവർ മലയാളത്തിൽ എഴുതി കളഞ്ഞു. അപ്പോൾ സിനിമയുടെ പേര് മാറ്റിയാണ് ഇവർ എഴുതുന്നത് എന്നുള്ളത് ബോധം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടുത്തെ ഫിലിം ജേർണലിസം ചെയ്യുന്ന ആൾക്കാർ, ക്രിറ്റിസിസം ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സിനിമേൻ്റെ പേര് മാറ്റിക്കളയരുതല്ലോ. ഓ ബേബി എന്നുള്ള സിനിമേൻ്റെ പേര് അവർ മാറ്റിക്കളഞ്ഞു. അത് ഓയും ആണ്, പക്ഷെ ഞാനത് എഴുതിയിരിക്കുന്നത് 0 ബേബി എന്നാണ്. പൂജ്യത്തെക്കാൾ വില കുറഞ്ഞൊരു ബേബി അടിമയാണ് അയാൾക്ക് ഒരു സ്വത്വവുമില്ല. അയാൾ ബേബിയായി മാറുന്നു, അയാൾ ഓ ബേബിയായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ട്രാൻസിഷൻ. പക്ഷേ ഇത് മലയാളത്തിൽ ഓ എന്നാക്കി കഴിഞ്ഞാൽ അത് അത്രയും പരിമിതപ്പെട്ടു പോയി. അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതണമായിരുന്നു. പടത്തിൻ്റെ പേരല്ലേ അവർ എഴുതുന്നത്. അത് മലയാളത്തിലൊരു അക്ഷരം ഉണ്ടെന്ന് എനിക്ക് അറിയാത്തല്ലോ. അത്രയ്ക്ക് ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഈ സൊസൈറ്റി അങ്ങനെ ഒരു വർക്ക് ഓഫ് ആർട്ടിനെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സൊസൈറ്റി അത് ഡിസേർവ് ചെയ്യാത്തത് കൊണ്ടാണ് സത്യത്തിൽ അത് ശ്രദ്ധിക്കപ്പെടാത്തതും ഓടാത്തതും ഒക്കെ ഉണ്ടാവുന്നത്. പിന്നീട് ഫ്രീ ആയി കാണുമ്പോഴാണ് എല്ലാവരും കാണുന്നത്. ടെലിഗ്രാമിൻ്റെ അകത്ത് ഫ്രീ ആയി കിട്ടുമ്പോൾ എല്ലാവരും വന്നോ നല്ല പടമായിരുന്നല്ലോ എന്ന് പറയും. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. അവരിത് പണം കൊടുത്ത് കാണാൻ തയ്യാറാവാത്തത് കൊണ്ടാണല്ലോ അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവാത്തത്. അവരെ രസിപ്പിച്ച സിനിമകളും അവർ കണ്ട സിനിമകളൊക്കെ പിൽക്കാലത്താണ് ഇവർ പറയുന്നത് അത് ഗംഭീരമാണ്. തൂവാനത്തുമ്പികൾ എന്തൊരു ഗംഭീര സിനിമയാണെന്ന് ഇപ്പോഴാണ് പറയുന്നത്. അത് ഇറങ്ങിയ കാലത്ത് അത് ഓടിയില്ല, തിയേറ്ററിൽ പോയി ആരും കണ്ടില്ല. അതെ, പത്മരാജൻ്റെ സിനിമകളെല്ലാം തന്നെ പിൽക്കാലത്താണ് വലിയ സിനിമകളായി മലയാളിക്ക് മനസ്സിലായത്, ആഘോഷിക്കപ്പെടുന്നത്. പൊതുവെ ഫോട്ടോഗ്രാഫറെ പോലുള്ള ഒരു സിനിമയും പിന്നീടാണ് മികച്ച സിനിമയായി മാറിയത്. അക്കാലത്ത് അത് മികച്ച സിനിമയായി മാറിയില്ല. സിനിമയുടെ ഈ വിധി ഒരു പക്ഷേ വല്ലാത്ത ഒരു ആഘാതം ഏൽപ്പിക്കുന്നതാണ് എന്ന് പറയും, അല്ലേ? തീർച്ചയായിട്ടും അതെ. അത് ഒരു സിനിമ നമ്മൾ ഫോട്ടോഗ്രാഫർ എന്നുള്ള സിനിമ എടുത്തു കഴിഞ്ഞിട്ട് അതിന് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഇനീഷ്യൽ റിലീസിൻ്റെ സമയത്ത് ഉണ്ടായപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് സിനിമ എടുക്കാൻ അറിയില്ലല്ലോ എന്നാണ്, ഇത് പഠിക്കണമല്ലോ എന്നാണ് തോന്നുന്നത്. അതെന്നെ വീണ്ടും ഒരു വലിയ മൗനത്തിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ട തള്ളുന്നത്. അത് മറ്റേത് സിനിമ അല്ലാന്നും അതെൻ്റെ ഉപജീവന രീതിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാനതിനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന സിനിമകളാണ്. ആ സിനിമകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഉപജീവന മാർഗം കൂടിയായിട്ടും ഞാൻ അതിലേക്ക് എത്താനുള്ളൊരു വഴികളായിട്ടാണ് കണ്ടത്. ആ പണി എനിക്ക് അറിയാവുന്നതാണ്, ഇനിയും ചെയ്യാവുന്നതാണ്. കാരണം അത് ഇപ്പം എല്ലാവരും പറയുന്നതാണ് എൻ്റെ 5 സിനിമകൾ ഭയങ്കര വ്യത്യസ്തമായ സിനിമകളാണ് എന്ന് പറയുന്നത്. സത്യത്തിൽ അത് വ്യത്യസ്ത സിനിമകളല്ല, അത് ഒരേ സിനിമയുടെ 5 പതിപ്പുകളാണ്. അതെനിക്കറിയാം എൻ്റെ ഉള്ളിൽ. ഞാനതിനെ ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് എവിടെയും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇപ്പോൾ ഒരു സിനിമ മറ്റൊരു സിനിമ, നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ അടുത്ത സിനിമ വ്യത്യസ്തമായി, അടുത്ത സിനിമ അതിനേക്കാൾ വ്യത്യസ്തമാകുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഭയങ്കര ഒരു ഇടിവുണ്ട്. കാരണം ഇയാൾ എന്ത് സിനിമ ചെയ്യും എന്നുള്ളത് പൈസ ഇറക്കുന്ന ആൾക്കൊരു ഉറപ്പില്ല. സിനിമ വന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായി പോകും അതിൻ്റെ ഒരു. മറ്റേത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമ അല്ലെങ്കിൽ ജോഷിയുടെ സിനിമ, പ്രിയദർശൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇൻവെസ്റ്റർക്ക് ബെറ്റ് ചെയ്യാം. വേറെ ഇത് നമ്മൾ വ്യത്യസ്തമായി ശ്രമിക്കുമ്പോൾ കലയ്ക്ക് വേണ്ടി നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റർക്ക് പേടിയാണ്, ഇയാൾ എന്താണ് ഇപ്പോൾ ചെയ്യുക. അത് പക്ഷേ അത് നിരന്തരമായിക്കൊണ്ട് വർക്കൗട്ടായി. എൻ്റെ എല്ലാ സിനിമകളും നിരന്തരം അത് വർക്കായി. അത് വർക്കാവുക ഞാൻ ഉദ്ദേശിക്കുന്നത് ബോക്സ് ഓഫീസിനേക്കാൾ അപ്പുറത്ത് പ്രേക്ഷകർക്ക് ഇത് കണ്ടിട്ട് അവർക്ക് ബോറടിക്കാതെ അവർക്ക് രസിക്കുന്ന രീതിയിൽ അത് പോയോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്ന ഒരു കാര്യം. അവർക്കത് ബോറടിപ്പിക്കാതെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യം കമ്മ്യൂണിക്കേറ്റ് ആയോ, അത് രസകരമായിട്ട് പോയോ എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ എല്ലാ സിനിമകളുടെ കാര്യത്തിൽ എനിക്കൊരു തൃപ്തിയുണ്ട്. കാരണം അത് പ്രേക്ഷകർക്ക് അതെല്ലാം വർക്കായി. ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് വേറൊരു ഫോർമുലയാണ്. കാരണം അത് സിനിമ കാണുന്നവരല്ല ഫോർമുല ഉണ്ടാക്കുന്നത്, അവർ സിനിമ കാണാത്തവരാ, അവർ സിനിമ കണ്ടാൽ മനസ്സിലാവാത്തവരുമാണ്. ഇപ്പോൾ ഒരു ഫിലിം മേക്കറായിട്ടുള്ള ഒരാൾക്ക് എനിക്ക് എൻ്റെ സിനിമ കണ്ടാൽ മനസ്സിലാവില്ല, ഞാൻ ചെയ്ത സിനിമ ഒന്നും എനിക്ക് മനസ്സിലാവില്ല, എനിക്കത് കാണാനും പറ്റില്ല. കുറച്ചു നേരം കാണുമ്പോൾ എനിക്ക് ബോറടിക്കും, എനിക്കത് കാണാൻ പറ്റില്ല ഞാൻ ചെയ്ത സിനിമകൾ. കാരണം സിനിമ നടക്കുന്നത് പ്രേക്ഷകരുടെ മനസ്സിലാണ് എപ്പോഴും. കാരണം സിനിമ എന്താണ് സിനിമ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു 2 മണിക്കൂർ നേരം നമ്മൾ ഇരുട്ടുമുറിയിലിരുത്തി പലതരം വികാരങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്നതാണ് സിനിമ. നമ്മളെ ചിരിപ്പിക്കുന്നു, കരയിക്കുന്നു, ടെൻഷൻ എടുപ്പിക്കുന്നു, ഇങ്ങനത്തെ പല പരിപാടികളും ചെയ്യുന്നു. ഈ പരിപാടികളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെല്ലാമോ എൻസൈമുകൾ, ഗ്രന്ഥികൾ, എന്തെല്ലാമോ കെമിക്കലുകൾ ഉൽപ്പാദിപ്പിച്ച കാരണമാണ് നമുക്കിതൊക്കെ ഉണ്ടാകുന്നത്, ഈ സന്തോഷങ്ങളും ഈ വികാരങ്ങളൊക്കെ.
ഈ സന്തോഷങ്ങളും ഈ വികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചില ചിഹ്നങ്ങളാണ് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ട ചില ഐറ്റംസാണ്, ചില വളമാണ്. സിനിമ നടക്കുന്നത് പ്രേക്ഷകൻ്റെ മനസ്സിലാണ്. ഈ പ്രേക്ഷകൻ എന്ന് പറയുന്നത് വളരെ ഒരു സാധാരണ പ്രേക്ഷകനാണ്. ഒരു മുൻവിധി ഇല്ലാതെ സിനിമയ്ക്ക് കൈ കിടക്കുന്ന കാശും കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വരുന്ന അയാൾക്ക് യാതൊരു കുറ്റവുമില്ല. അയാൾ എന്താണ് സിനിമ അത് കാണാനാണ് വന്നിരിക്കുന്നത്. അയാൾക്ക് ഒരു മുൻവിധിയില്ല, അയാൾ എന്തും സ്വീകരിക്കും. നമ്മൾ സിനിമയുടെ ആദ്യത്തെ ഫ്രെയിമിൽ അയാളെ പിടിച്ച് നമ്മൾ കൊണ്ടുപോകണം. അത് നമ്മുടെ ഫിലിം മേക്കറുടെ ഉത്തരവാദിത്തമാണ് അയാളെ തുടക്കം മുതൽ അവസാനം വരെ കൊണ്ടുപോകുക എന്നുള്ളത്. അയാൾക്ക് ഏത് കഥയും പറയാൻ പറ്റും. അതിനൊക്കെ പാകമുള്ളതാണ് പ്രേക്ഷകൻ. പക്ഷെ പ്രേക്ഷകനിലേക്ക് ഇത് എത്തുന്നതിന് മുമ്പേ ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ട ആൾക്കാരുണ്ടല്ലോ, അവർ സിനിമയെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് കരുതുന്നവരാണ്. മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ടാണ് അവർ പറയുക. ആ മറ്റേ സിനിമയിൽ 2 ഫൈറ്റ് ഉണ്ടായിരുന്നു, അത് ഓടി. മറ്റേ സിനിമയിൽ 4 ഫൈറ്റ് ആയിരുന്നു, അതിൻ്റെ ടൈറ്റിൽ തുടങ്ങിയപ്പോൾ കാ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങി, അത് പൊട്ടി, അതുകൊണ്ട് ഇനി കാ എന്ന് വെച്ച് പേര് വെക്കരുത് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഈ തീരുമാനങ്ങൾ എടുക്കേണ്ട ആൾക്കാർ. അവരൊരിക്കലും സിനിമ ആസ്വദിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ എന്നെപ്പോലെയാണ്. എനിക്ക് എൻ്റെ സിനിമ ആസ്വദിക്കാൻ പറ്റില്ല, അതുപോലെയാണ് അവർക്കും. അവർക്ക് കാണുന്നവരപ്പോൾ മമ്മൂട്ടിയായിട്ടും മോഹൻലാലുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള നിരന്തരം അങ്ങനെ കണ്ടുകൊണ്ട്, പ്രേക്ഷകൻ കാണുന്ന പോലെ അല്ല അവരത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് സിനിമ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പ്രേക്ഷകനായി തന്നെ ഇരിക്കണം. ഈ ഒരു സാധാരണ ജീവിതം എന്ന് പറയുന്നത്, ഈ ബസ്സിലും ഓട്ടോറിക്ഷയിലൊക്കെ കയറി പോകുന്ന നമ്മുടെ ഈ ഒരു സാധാരണ ജീവിതം എന്ന് പറയുന്നത് എന്നോ നഷ്ടപ്പെട്ടു പോവുകയാണ് സിനിമക്കാർക്ക്. എനിക്കത് പോയിട്ടില്ല. ഞാൻ വളരെ സാധാരണ നിലയ്ക്ക് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് കാർ പോകാൻ പറ്റാത്തതുകൊണ്ടല്ല, കാരണം അവിടെയാണ് ജീവിതം എന്ന് അറിയുന്നതുകൊണ്ടും അവിടെയാണ് എനിക്കുള്ള വളമെന്നും അറിയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത്. പക്ഷേ അതൊരു 99% ആളുകൾക്കും അതില്ല. അതുകൊണ്ട് തന്നെ സിനിമയെ പറ്റിയുള്ള ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാത്ത ആൾക്കാരാണ്, പ്രേക്ഷകരെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാത്ത ആൾക്കാരാണ് സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് 99% സിനിമകളും മോശമായി പോകുന്നത്. അതിപ്പോൾ അങ്ങനെയാണല്ലോ. മലയാളത്തിൽ ഒരു കൊല്ലത്തിൽ ഒരു 150-200 സിനിമയൊക്കെ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഒരു 10 സിനിമേൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ 10 എണ്ണം തികച്ച് പറയാൻ നമുക്ക് പറ്റൂല. ഒരു 3-4 എണ്ണമൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയാണ്. അതായത് 200 സിനിമ ഇറങ്ങുന്നതിൽ ഒരു 5 സിനിമ നമുക്ക് ഓർമ്മയുള്ളൂവെങ്കിൽ ഇതിൻ്റെ ഒരു സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് എന്തൊരു ഒരു ഇൻവെസ്റ്റർക്ക് ഇതിൻ്റെ അകത്ത് കൈവെക്കാൻ പറ്റില്ല. അതൊരു 10% പോലും സക്സസ് റേറ്റ് ഇല്ല ഇതിൻ്റെ അകത്ത്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഈ പ്രേക്ഷകൻ കാണുന്ന സിനിമ എന്താണെന്ന് കാണാൻ ഒരു ചലച്ചിത്രകാരന് ഭയങ്കര പ്രയാസമുണ്ട്, പ്രത്യേകിച്ചും കമേഴ്ഷ്യൽ സിനിമയ്ക്കുള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ സിനിമയിൽ വിജയിച്ച സിനിമകൾ വീണ്ടും വീണ്ടും നിർമ്മിക്കപ്പെടുക ചെയ്യും. ചെറിയ വ്യതിയാനങ്ങളോടുകൂടി അതേ സിനിമ വന്നുകൊണ്ടിരിക്കുക ചെയ്യുക. വളരെ കുറച്ച് സിനിമകളെ കേരളത്തിൽ യഥാർത്ഥത്തിലുള്ളൂ. ഇപ്പോൾ കുറച്ച് കഥകളെ യഥാർത്ഥത്തിലുള്ളൂ, മറ്റതൊക്കെ അതിൻ്റെ വിചിത്രങ്ങളായ വിന്യാസങ്ങളാണെന്ന് പറയും പോലെ മലയാളത്തിലും കമേഴ്ഷ്യൽ സിനിമയിൽ ഏതാനും സിനിമകളേ ഉള്ളൂ. ആ ഏതാനും സിനിമകളായിരിക്കുക, അതിനു വേണ്ടി നിർബന്ധം പിടിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ സിനിമ വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ഇല്ലാത്ത സിനിമകൾ ആഗ്രഹിക്കുന്ന ഈ പ്രേക്ഷകൻ്റെയും ഈ വ്യവസായത്തിൻ്റെയും സമ്മർദ്ദങ്ങളെ എങ്ങനെ തനിച്ച് നേരിടും? വലിയ വ്യത്യസ്തതകൾ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു കാര്യത്തിലും ആരും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരാരും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് 6 മണിക്ക് സൂര്യൻ ഉദിക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അത് ഉദിച്ചില്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോയാൽ അവിടെ ഒരു സദ്യ ഉണ്ടാവുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ചോറില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. വേറെ എന്ത് കൊടുത്താലും, എന്ത് കറികൾ നല്ലത് കൊടുത്തിട്ടും കാര്യമില്ല, ചോറ് അവിടെ വേണം എന്നും കഴിക്കുന്ന ഈ ഒരു പരിചിതത്വം സിനിമാ പ്രേക്ഷകർക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മൾ പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ പരിചയത്തോടു കൂടെ ചിരിക്കും. പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ നമ്മൾ സംശയത്തോടു കൂടിയാണ് ആദ്യം നോക്കുന്നത്. ഇതേ സംശയം പ്രേക്ഷകർക്കും ഉണ്ടാവും. പക്ഷെ പ്രേക്ഷകർ ഇതിന് ഉത്തരവാദികളല്ല കേട്ടോ സത്യത്തിൽ. കാരണം അവരുടെ ബുദ്ധി പ്രവർത്തിക്കാതാക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ. അത് ഒരു ഫിലിം മേക്കർക്ക് അറിയണം. കാരണം അയാളുടെ ചിന്ത പ്രവർത്തിക്കരുത്, അയാൾക്ക് ചിന്തിക്കാൻ ഇടം കൊടുക്കരുത് എന്നുള്ളതാണ് സിനിമ ഉണ്ടാക്കുമ്പോൾ സിനിമാറ്റിക് ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലോകത്തിലേക്ക് അവരെ നമ്മൾ ക്ഷണിച്ച് ഇരുത്തി കഴിഞ്ഞാൽ അവർ പിന്നെ വേറൊന്നും ചിന്തിക്കരുത്. ഈ സിനിമ തീരുന്നത് വരെ ഈ കഥാപാത്രങ്ങളുടെയും ഈ സിനിമയുടെയുമായ ലോകത്തെ അവരുണ്ടാവാൻ പാടുള്ളൂ. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അവർക്ക് വ്യത്യസ്തതകൾ വേണ്ടാന്നൊന്നുമില്ല. പക്ഷെ സിനിമയ്ക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, സിനിമയ്ക്ക് ഈ പറഞ്ഞതുപോലെ മാഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കഥകളെ സിനിമയ്ക്ക് പറ്റൂ, എല്ലാം പറ്റൂല. അതിൽ തന്നെ മമ്മൂട്ടിക്ക് മോഹൻലാലിനോ ദിലീപിനോ ജയറാമിനോ ആർക്കെങ്കിലുമൊക്കെ ചേർന്ന ഒരു കഥാപാത്രമേ നമുക്ക് പറ്റൂ.
അവിടെ അപ്പോഴത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും നമ്മൾ കഥകളിൽ പരിമിതപ്പെട്ടു. പിന്നെ ആൾക്കാർ ചോദിക്കുന്നില്ല, ഇപ്പം നരൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. വേറൊരു സിനിമകൾ മോഹൻലാലിനെ വെച്ച് നല്ല അതിനേക്കാൾ നല്ലൊരു സിനിമ ചെയ്യാൻ ഒരാളും പറയില്ല. നരൻ്റെ പാർട്ടും ഇല്ലേ, അതുപോലത്തെ ഒരു സിനിമ വേണം എന്ന് പറയുന്ന ആൾക്കാരാണ് ഉള്ളത്. ഇപ്പം മിന്നൽ മുരളി എന്നുള്ള സിനിമ ഹിറ്റായപ്പോഴത്തേക്ക് ബേസിൽ ജോസഫിനെ വിളിച്ച് ഹിന്ദി എന്ന് വന്നിട്ട് അതുപോലെ തന്നെ ഒരു സിനിമ ചെയ്യാനാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഇയാളെ വെച്ച് വേറൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാർ. അത് ഈ ഗ്യാരണ്ടിയും കൂടിയാണ്. ഈ പണി ഇയാൾക്ക് അറിയാം, ഈ പണി ഇയാൾക്ക് അറിയാം, അയാൾക്ക് അറിയാവുന്ന ആ പണി അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതിയല്ലോ. അല്ലാത്തൊരു പണി നമ്മളെന്തിനാ റിസ്ക് എടുക്കുന്നതെന്നാണ് ഈ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ പരിമിതി എന്ന് പറയുന്നത്. ശരിക്കും മീഡിയത്തിനും സത്യത്തിൽ പരിമിതിയൊന്നുമില്ല, ഓഡിയൻസിനും പരിമിതിയില്ല. പക്ഷേ അത് അവിടേക്ക് എത്തിക്കുന്ന വരെയുള്ള ഈ പറയുന്ന ആൾക്കാരുടെ കാര്യങ്ങളുണ്ടാവും. എല്ലാം അറിയുന്നവരുണ്ടല്ലോ, അവരുടെ പ്രശ്നമാണ്. പക്ഷെ എന്നിട്ടും കഥയിലോ നോവലിലോ ഒക്കെ നമുക്ക് പരീക്ഷണങ്ങളാകാം, വ്യത്യസ്തതകളാകാം. പക്ഷേ ഈ കഥാകാരന്മാരും നോവലിസ്റ്റുകളും ഒക്കെ ആത്യന്തികമായി ഇതിനൊരു സിനിമാ രൂപം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് ആളുകൾ. സിനിമയാണ് എല്ലാ സംഭവങ്ങളുടെയും മോക്ഷം എന്ന് വിചാരിക്കണു മലയാളി പ്രേക്ഷകൻ സമുദായവും. അപ്പോൾ ഇത്രമേൽ ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു മാധ്യമം, അത് തന്നെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രാധാന്യവും. നിങ്ങളുടെ ഒരു വിസിബിലിറ്റി എനിക്ക് ഒരിക്കലും കിട്ടുകയില്ല. ഒരു എഴുത്തുകാരന് ഒരിക്കലും ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളുടെ വിസിബിലിറ്റി കിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെടണം. അതുകൊണ്ട് ഈ നായകന്മാരൊക്കെ ആയിത്തീരുന്നതിൻ്റെ കാരണം അവരുടെ ഈ നിരന്തരമായ വിസിബിലിറ്റിയാണ്, അല്ലേ? ഇങ്ങനെ ഈ വിസിബിലിറ്റിയെ വലുതാക്കുന്ന ഒരു മാധ്യമം കൂടിയാണ് ഈ സിനിമ. അതെ അതെ, വിസിബിലിറ്റിയെ വലുതാക്കുന്നുണ്ട്. ഈ താരങ്ങളിലേക്ക് ഇത് വരാനുണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫിലിം, ഇപ്പോൾ ഞാനൊരു സിനിമ എടുത്ത് അടുത്തൊരു സിനിമ എടുക്കണമെങ്കിൽ ഒരു കൊല്ലെങ്കിലും പിടിക്കും. അപ്പോഴത്തേക്ക് എന്നെയൊക്കെ മറന്നു പോകും. അതേസമയം ഇവർക്ക് നിരന്തരം സിനിമകൾ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ട് ഇപ്പോൾ നമ്മൾ വലിയ താരങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചാൽ അങ്ങനെ അറിയാം, എന്തെങ്കിലും ഒരു പരിമിതി ഉള്ള ഒരാളായിരിക്കും. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ കാലിൻ്റെ മുട്ടിൻ്റെ പോയിട്ട് നടത്തത്തിലൊരു പ്രശ്നമുള്ള ആളാണ്. ലാലേട്ടനാണെങ്കിൽ നടത്തിലൊരു ചെരിവും കാര്യങ്ങളും പ്രശ്നങ്ങളും സംഭാഷണത്തിൻ്റെ പ്രത്യേക രീതിയിൽ കുഴപ്പമുള്ള ആളാണ്. ഇപ്പോൾ കമലഹാസൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്, രജനീകാന്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. ഈ കുഴപ്പങ്ങൾ ഇവരുടെ ഒരു സ്റ്റൈലായി മാറുകയാണ്, ഐക്കോണിക് ആയിട്ടുള്ളൊരു സ്റ്റൈലായി മാറി അതിന് ആരാധകരുണ്ടായി മാറുന്നൊരു ഭയങ്കര രസകരമായ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അവരുടെ വിസിബിലിറ്റിയാണ് നമ്മളും യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഞാൻ ഓ ബേബി എന്നൊരു സിനിമ എടുക്കുന്ന സമയത്ത് ഇറങ്ങുന്ന ഇയാൾ നേരത്തെ ഇന്ന സിനിമകൾ ചെയ്ത ആൾക്കാരാണല്ലോ, അതുകൊണ്ട് ഇയാളുടെ സിനിമയൊന്ന് പോയി കണ്ടേക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു ഭൂരിഭാഗം പ്രേക്ഷകർ ഇവിടെ ഇല്ല. അങ്ങനെ ആ വിസിബിലിറ്റി എനിക്കും ഇല്ല അവിടെ. അത് താരങ്ങൾക്ക് തന്നെ ആ വിസിബിലിറ്റി ഉള്ളൂ. ഹലോ, മമ്മൂട്ടി നിയന്ത്രിക്കുകയാണ് മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമ. അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന് നിശ്ചയിക്കുന്നത് സംവിധായകനല്ല. മോഹൻലാൽ എടുക്കുന്ന ഒരു സിനിമ മോഹൻലാലാണ് നിയന്ത്രിക്കുന്നത്. ഇന്ന കഥാപാത്രങ്ങൾ വേണം, ഇന്ന കഥയിൽ ഞാൻ ജയിക്കണം, എൻ്റെ ഒരു വിസിബിലിറ്റിക്ക് ഒരു കേടും ഉണ്ടാകരുത്. ഇങ്ങനെയാണ്. ആ സമ്മർദ്ദം കൊണ്ട് സംവിധായകന്മാർ വല്ലാതെ കുഴങ്ങുകയല്ലേ കേരളത്തിൽ? ഇല്ല, അങ്ങനെ ശരിക്കും അങ്ങനെ ഒരു സമ്മർദ്ദമൊന്നുമില്ല, അങ്ങനെയൊന്നും അവർ ഇടപെടാറൊന്നുമില്ല. പക്ഷേ അവരിടപെടേണ്ട കാര്യമല്ല. നമുക്കറിയാലോ മമ്മൂട്ടി അഭിനയിക്കുന്ന പറയുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കുന്നു അവരൊന്നും പറയാതെ തന്നെ അവരിത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു നിർബന്ധവും വെക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ അവർ നിർബന്ധം വെക്കാറുമില്ല. അവർ ചില ആളുകളോട് അവർ പറയായിരിക്കും. പക്ഷേ എന്നോടൊന്നും അങ്ങനെ ഇതുവരെ എനിക്ക് അങ്ങനെ ചെയ്യരുതെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർ. അത് അവർക്ക് വിശ്വാസമുള്ള ആളുകളെ അവരങ്ങ് വിടുകയും അവർക്ക് വിശ്വാസമില്ലാത്ത ആൾക്കാരാവുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിനെ ഹനിക്കുന്നതായ രീതിയിലുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി വരികയും, കാരണം അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടം. അവരുടെ സിനിമ അറിയപ്പെടുന്നത് എപ്പോഴും താരങ്ങളുടെ പേരിലാണല്ലോ. മമ്മൂട്ടിയുടെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ എന്നൊക്കെയാണ് ഭൂരിഭാഗം ആളുകൾ സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും എഴുത്തുകാരൻ്റെയോ സംവിധായകൻ്റെയോ പേരിലൊന്നും അല്ല സാധാരണ പ്രേക്ഷകർ സിനിമയെ തിരിച്ചറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് കൂടുതൽ. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഇപ്പോൾ ഒരു 10 കോടി രൂപ ഒരു സിനിമയിൽ ഇറക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർ ഇറക്കാൻ വന്നത് അവരുടെ ഡേറ്റ് ഉള്ളത് കൊണ്ടാണ്. അവരെയാണ് കൂടുതലായും വിശ്വസിക്കുന്നത്. ഒരു എഴുത്തുകാരനെയോ സംവിധായകനെയോ വിശ്വസിക്കുന്നതിനേക്കാൾ ഇതിന് മമ്മൂട്ടി ഡേറ്റ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ മോഹൻലാൽ ഡേറ്റ് തന്നിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ഈ നിർമ്മാതാവ് ഇത് നിർമ്മിക്കാൻ തയ്യാറാവുന്നത്. കൂടുതലും അവരെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇപ്പം മാഷ് നേരത്തെ പറഞ്ഞ പോലെ ഇവരിതൊന്നും പറയേണ്ടതില്ല. ഇയാളെ ഇങ്ങനെ ചെയ്യണം, എൻ്റെ കഥാപാത്രം അങ്ങനെ പോകണമെന്നൊന്നും ഇവർ പറയേണ്ടതില്ല. അത് നമുക്ക് അറിയാതെ തന്നെ നമുക്കറിയാം. അത് അങ്ങനെ പോയാലേ ശരിയാവുള്ളൂ, അങ്ങനെ പോയാലേ പ്രേക്ഷകർക്കും വർക്കാവുള്ളൂ എന്ന് നമുക്കറിയാം.
അബോധമായിട്ട് തന്നെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. മാഷെ എനിക്ക് തോന്നുന്നു ആ സ്വിച്ച് മാഷ ഓഫാക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നതുകൊണ്ടോ ഉണ്ടാവുന്നത്. അല്ല, ഇതിപ്പോൾ ഓഫായതാണ്. അല്ല, അത് ഓഫായി പോയതാ. ഹലോ. അപ്പോൾ നമ്മൾ സിനിമയെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ രഞ്ജൻ പ്രമോദിൻ്റെ അടുത്ത ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. അടുത്ത ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഇന്നത് ചെയ്യണം എന്നുള്ളത് ഞാൻ സത്യത്തിൽ അങ്ങനെ സത്യമായിട്ട് പറഞ്ഞാണ്. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. എനിക്ക് വരുന്ന സന്ദർഭങ്ങളിൽ, എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അപ്പോൾ ആലോചിക്കാറേ ഉള്ളൂ. അങ്ങനെ ഞാൻ നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കാറില്ല. പിന്നെ പണ്ടൊരിക്കലും മാഷ് ഇങ്ങനെ പറഞ്ഞ ഒരു സമയത്ത് പറഞ്ഞതാണ്, അതായത് ജീവിതത്തിൽ ഒന്നിനും അർത്ഥമില്ലാതെ എന്ന് തോന്നുന്ന ഒരു ഇടമുണ്ട്, ആ ഒരു ഇടത്തിലെത്താതെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഇപ്പം എത്തി നിൽക്കുന്നത് അങ്ങനെ ഒരു അർത്ഥമില്ലാത്ത ഇടത്താണ് എത്തി നിൽക്കുന്നത്. അത് ഭയങ്കരമായ ഒരു എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇപ്പോൾ അലോൺനെസ് ആണ്, സോളിറ്റ്യൂഡാണ്, ഒറ്റയ്ക്കിരിക്കുക. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും ഞാൻ പോകാറില്ല. കാരണം എനിക്കൊന്നും പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഒന്നും പറയാനില്ലാത്ത, ഒന്നും ചെയ്യാനില്ലാത്ത പോലത്തെ അങ്ങനെ. എന്നാൽ ഞാൻ ബോറടിച്ചിരിക്കുകയല്ല, എനിക്കൊരു സെക്കൻഡ് പോലും ഒഴിവുമില്ല, എനിക്ക് ബോറടിയുമില്ല. ഞാൻ വളരെ എൻഗേജ്ഡാണ്, വളരെ ഇതാണ്. പക്ഷേ ഞാൻ വളരെ ഒന്നും നിഷ്ക്രിയം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുക. അത് അവ്വയാർ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവ്വയാർ പറഞ്ഞത് വെറുതെ എങ്ങനെ ഇരുന്നിട്ട് ഓരോരോ മനോരാജ്യങ്ങൾ കാണലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് സത്യത്തിൽ ഭയങ്കര രസമുള്ള കാര്യം. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന, ഞാനിപ്പോൾ കുറേ ആയിട്ട് സിനിമയൊന്നും കാണില്ല, പാട്ടൊന്നും കേൾക്കില്ല, ടി വി കാണില്ല, പേപ്പർ വായിക്കില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന് തന്നെയുള്ള കഥകൾ നമുക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് സമയം തികയുന്നില്ല. അത്രയ്ക്ക് കഥകളും കാര്യങ്ങളും, പിന്നെ ഓരോരോ എൻലൈറ്റ്മെൻറ്റുകളാണ്. ഇപ്പം ഞാനിപ്പോൾ സിനിമയിലൂടെയാണ് എല്ലാം തുടങ്ങിയത്. ഞാൻ സിനിമയ്ക്ക് വേണ്ടി എല്ലാം പഠിച്ചത്. പക്ഷേ ഞാനിപ്പോൾ ക്വാണ്ടം മെക്കാനിക്സും ഫിലോസഫിയും അങ്ങനെയുള്ള വേദങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായ ഇൻട്രസ്റ്റും ഒക്കെ ആയിട്ട് അങ്ങനെ വെറുതെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നറിയില്ല, എന്തായാലും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അവസ്ഥ. പത്മരാജൻ സിനിമകൾ ഇഷ്ടമുള്ള ഒരാളാണ് രഞ്ജൻ പ്രമോദ്. പത്മരാജൻ സിനിമകളെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു, പിന്നീടാണ് അവ പ്രസിദ്ധങ്ങളായി തീർന്നത്. എന്നാലും ഒരു മമ്മൂട്ടി സിനിമ, ഒരു മോഹൻലാൽ സിനിമ എന്ന് പറയുന്നത് പോലെ ഒരു പത്മരാജൻ സിനിമ എന്ന് നമ്മൾ പറയും. ഒരു സംവിധായകൻ്റെ പേരിൽ അങ്ങനെ പറയപ്പെടുന്ന കമേഴ്ഷ്യൽ സിനിമകൾ പത്മരാജൻ മാത്രമാണ് മലയാളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പത്മരാജൻ സിനിമ പോലെ രഞ്ജൻ്റെ സിനിമകളും ഭാവിയിൽ കൂടുതൽ ആളുകൾ കാണുകയും വിജയിക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു. ഈ സെഷനിൽ നന്ദി പറയുവാനായി സിദ്ധാർത്ഥനെ ക്ഷണിച്ചുകൊള്ളുന്നു. മലയാളികൾക്ക് ഒരുപാട് നല്ല സിനിമകൾ നൽകിയ രണ്ടാം ഭാവവും, മനസ്സിനക്കരയും, നരനും, അച്ചുവിൻ്റെ അമ്മയും, ഒടുവിൽ ഓ ബേബി ഉൾപ്പെടെ രക്ഷാധികാരി ബൈജു എന്ന ഒരു നല്ല സിനിമ നൽകിയ പ്രിയങ്കരനായ രഞ്ജൻ പ്രമോദ് അവർക്കും നമ്മുടെ പ്രിയങ്കരനായ കൽപ്പറ്റ നാരായണ മാഷിനും ഈ സെഷനിൽ എനിക്ക് നന്ദി പറയാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ KLF-ൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിൽ അടുത്ത സെഷൻ ഗാന്ധി പങ്കെടുക്കുന്നത് പി ഹരീന്ദ്രനാഥ്